ഈ വാട്സപ്പിലുള്ള വലിയൊരു പ്രശ്നം നമുക്ക് ഈ ക്ലിയർ ചാറ്റ് ചെയ്യുന്നുള്ളത്. അതെന്താ ഈ ക്ലിയർ ചാറ്റ് ചെയ്യുന്നൊരു പ്രശ്നമോ അന്നൊരു പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരോട് പറഞ്ഞുതരാം. നമുക്ക് ഈ ഗ്രൂപ്പിലായാലും പേഴ്സണൽ ചാറ്റിലായാലും ഒക്കെ ഒരുപാട് മെസ്സേജുകൾ, ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ വരും. ചിലത് വന്നിങ്ങനെ അടിഞ്ഞു കൂടും. അങ്ങനെ ഒരുപാട് അടിഞ്ഞു കൂടുന്ന നേരം അത് വാട്സപ്പ് തന്നെ തുറക്കാനാകാത്ത സ്ഥിതിയിലൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ലിയർ ചാറ്റ് ചെയ്യും. ഇങ്ങനെ ക്ലിയർ ചാറ്റ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ചാറ്റ് നമ്മൾ ക്ലിയർ ചാറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിലുള്ള മൊത്തം മെസ്സേജാണ് പോയി പോവുക. എല്ലാ മെസ്സേജും അങ്ങ് പോകും. ചിലപ്പോൾ അതിലുള്ള ഓഡിയോ നമുക്ക് വേണ്ടതായിരിക്കും, വോയിസ് മെസ്സേജ് വേണ്ടതായിരിക്കും, അല്ലെങ്കിൽ അതിൽ വന്ന ഫോട്ടോ വേണ്ടതായിരിക്കും, അതും അല്ലെങ്കിൽ വീഡിയോ വേണ്ടതായിരിക്കും, ഏതെങ്കിലും വേണ്ടതുണ്ടാവും, വേണ്ടാത്തതും ഉണ്ടാവും. അപ്പോൾ ഈ വേണ്ടാത്തത് മാത്രമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനാകില്ല, ക്ലിയർ ചാറ്റ് ചെയ്യാനാകില്ല, മൊത്തത്തിലാണ് ക്ലിയർ ചാറ്റ് ചെയ്യാനാകില്ല. എന്നാൽ ഇപ്പോൾ വന്ന പുതിയ അപ്ഡേറ്റിൽ നമുക്കിത് വേറെ ആയിട്ട് ക്ലിയർ ചാറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പം വാട്സപ്പ് ഒന്ന് തുറക്കട്ടെ. വാട്സപ്പ് തുറന്ന് ഞാനൊരു ചാറ്റ് എടുത്തേക്ക്. ഇത് പഴയ വെർഷനാണ്, അപ്ഡേറ്റ് ആകാത്ത വെർഷൻ. ഇതിലെങ്ങനെയാണ് ക്ലിയർ ചാറ്റ്? ഇവിടെ മേലെ 3 കുത്തിയാൽ മോർ സെറ്റിങ്സിൽ ഇവിടെ ക്ലിയർ ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അവിടെ ടിക്ക് കൊടുത്തിട്ട് ഗാലറി ഒന്നും കൂടി ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ക്ലിയർ ചാറ്റ് കൊടുത്താൽ കംപ്ലീറ്റ് ക്ലിയർ ആവും. ഇതിലൊന്നും ബാക്കി ഉണ്ടാകില്ല. ഇനി ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലിയർ ചാറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതേ വാട്സപ്പ് തന്നെ വേറൊരു നമ്പറിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ അപ്ഡേറ്റഡ് ആണ്. അതൊന്നും എടുക്കട്ടെ. 3 കുത്തി സ്വിച്ച് അക്കൗണ്ട് കൊടുത്ത് വേറൊരു അക്കൗണ്ട് വാട്സപ്പ് എടുത്ത്. ഇത് ആദ്യം കണ്ട വാട്സപ്പ് അല്ല, വേറൊരു അക്കൗണ്ടാണ്. ഞാനിപ്പോൾ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്ത് ഇനിയിപ്പോൾ ക്ലിയർ ചാറ്റ് എടുക്കാം. മേലെ 3 കുത്തി മോറ് കുത്തി അതിനുശേഷം ക്ലിയർ ചാറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഓൾ മെസ്സേജസ് ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മൊത്തത്തിൽ നമുക്കിവിടെ താഴെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ചോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അത് വേണ്ട, നമുക്ക് കുറച്ച് മതിയെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന നേരം വീഡിയോ എത്രയുണ്ട്, ഫോട്ടോസ് എത്രയുണ്ട്, ഓഡിയോ എത്രയുണ്ട്, അതൊന്നും കൂടാണ്ട് നമ്മൾ സ്റ്റാർ ചെയ്ത മെസ്സേജ് ഉണ്ടെങ്കിൽ അതും വേറെ കാണിക്കും. ഇത് 3 ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഡിലീറ്റ് ആവും. എന്നാൽ നമുക്ക് ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഓഡിയോൻ്റെ ടിക്ക് ഒഴിവാക്കുക. അപ്പം ഓഡിയോ ഡിലീറ്റ് ആകില്ല, ഫോട്ടോ വീഡിയോ മാത്രം ഡിലീറ്റ് ആവും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുക. സംഭവം തിരിഞ്ഞിക്കുക. നമുക്ക് ഡിലീറ്റ് ആക്കേണ്ടത് മാത്രം ടിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിയർ മീഡിയ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതങ്ങ് ഡിലീറ്റ് ആയിക്കോളും. ഞാനിപ്പോൾ ഡിലീറ്റ് ആക്കുന്നില്ല, എനിക്ക് വേണ്ടിയ ചാറ്റാട്ടോ ഇത്. അതുകൂടാണ്ട് താഴെ ഭാഗത്ത് ക്ലിയർ സ്റ്റാർഡ് മീഡിയ എന്നുള്ള ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ഇതും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ ചെയ്ത് വെച്ച മെസ്സേജ് കൂടി അങ്ങ് ഡിലീറ്റ് ആവും. നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കിട്ടിക്കോ നോക്കുക. കിട്ടിയില്ലെങ്കിൽ പ്ലേ സ്റ്റോർ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, കിട്ടിക്കോളും. വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റുകളൊക്കെ പെട്ടെന്ന് കിട്ടണ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ, നമുക്ക് ബൂസ്റ്റ് ആകും. നിങ്ങളെ സ്വന്തം മുത്തുസ്മാപ്പിയോ. താങ്ക് യു സോ മച്ച്.